ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു മന്തി റെസിപ്പി ആയിട്ടാണ് വന്നത്. ഈസി ആയിട്ട് ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. സാധാരണ മന്തി ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന പോലെയുള്ള മന്തി മസാലയോ അതുപോലെ ചാർക്കോൾ കൊണ്ട് പുകയ്ക്കുന്ന ആ ഒരു രീതിയിൽ അതൊന്നും ഇതിൽ ഞാൻ ചെയ്യുന്നില്ല. പക്ഷേങ്കിൽ അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു മന്തി ടേസ്റ്റ് ഉണ്ടാവും. ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഞാൻ 3 കപ്പ് അരിക്ക് കണക്കായിട്ടാണ് ബാക്കിയുള്ള അളവ് സാധനങ്ങൾ എടുത്തത്. 1 കപ്പ് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 കപ്പ് മല്ലിയിലയും പുതിനയിലയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. ഓയിൽ ഞാൻ മാക്സിമം കുറച്ച് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന് കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടി അധികം എടുക്കുക. പിന്നെ ചെറിയ ജീരകം ഒന്ന്, നമ്മൾ ഇഞ്ചി ഇതിലൊക്കെ ചതക്കുന്ന ഒരു കല്ലില്ലേ, ആ കല്ലിൽ ജസ്റ്റ് ഒന്ന് കുത്തിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തത് 3 മാഗി ക്യൂബാണ്, ചിക്കൻ ക്യൂബാണ്. പിന്നെ ഞാൻ ഒരു 3/4 കിലോയോളം ചിക്കനും എടുത്തിട്ടുണ്ട്. ചിക്കൻ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചതാണിത്. പിന്നെ കുറച്ച് പൊടികൾ ആവശ്യമുണ്ട്. അത് ഞാൻ മസാല മിക്സ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ക്യൂബ്സ് ഇതാ ഞാൻ കാണിച്ചു തരാം. ഇതുപോലെയുള്ള ഒരു ബോക്സിൽ 2 ക്യൂബ്സ് അല്ലേ ഉണ്ടാവല്. അപ്പോൾ അതിൽ നിന്ന് ടോട്ടൽ 2 ക്യൂബ് ബോക്സ് എടുത്തിട്ട് അതിൽ നിന്ന് 1 മാറ്റി വെച്ചു. അപ്പോൾ ഇത് ഈ കാണുന്ന പോലെ തന്നെ 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഈ മാഗി ക്യൂബ്സ് ഇടുമ്പോൾ നമുക്ക് ഉപ്പ് ഇടേണ്ട ആവശ്യം വരുന്നില്ല. മന്തി ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്കൊക്കെ ഉപകാരമായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ആ കാര്യമൊക്കെ പറയുന്നത്. ഇനി ഞാൻ അരിഞ്ഞു വെച്ച മല്ലിയിലയും പുതിനയിലയും അതുപോലെ തന്നെ ക്യാപ്സിക്കവും പിന്നെ ജീരകവും ഇട്ടിട്ടുണ്ട്. ആ ഓയിലും കൂടി ഒഴിച്ച് വെച്ചു. ഇനി എടുത്തു വെച്ച ആ 3 ക്യൂബ്സും ഒന്നിതിലേക്ക് കൈ കൊണ്ട് തന്നെ പൊടിച്ചിട്ട് കൊടുക്കുക. ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് ഞാൻ ചോറ് ദം ചെയ്യുന്നത്. ഇപ്പോൾ ചിക്കൻ മസാല ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. ചോറ് സെപ്പറേറ്റ് വേവിച്ചിട്ട് ഈ ഒരു പാത്രത്തിൽ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ 3 ക്യൂബ്സും ഇതിലേക്ക് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എന്നിവയും പിന്നെ കുറച്ച് മാത്രം റെഡ് ഫുഡ് കളർ ചേർക്കുകയാണ്. ഞാൻ സാധാരണ ഫുഡ് കളർ യൂസ് ചെയ്യാറില്ല. പക്ഷേ ഇത് വീഡിയോക്ക് ആ ഒരു മന്തി ഒരു കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഫുഡ് കളർ എടുത്തതാണ്. അപ്പോൾ ഒരു പിഞ്ച് മാത്രം ഫുഡ് കളറും കൂടി ഇട്ടിട്ട് കൈ കൊണ്ട് തന്നെ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചിക്കനും കൂടി ഇട്ട് കൊടുക്കണം, മറന്നുപോയി ഞാൻ പറയാനായിട്ട്. ചിക്കനും കൂടി ഇട്ട് കൊടുക്കുക. ചിക്കൻ ഒന്ന് കത്തിയോട് ഒന്ന് ജസ്റ്റ് ഒന്ന് വരയിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. എന്നാൽ മാത്രം ചിക്കൻ്റെ ഉള്ളിലേക്ക് മസാല പിടിക്കും. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇത് മിക്സ് ചെയ്തതിന് ശേഷം ആ ചിക്കൻ മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 3-4 മിനിറ്റൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സിങ് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് പിന്നെ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാനൊന്ന് ശ്രദ്ധിക്കുക. പെട്ടെന്ന് ഫാസ്റ്റായിട്ടൊക്കെ നിങ്ങൾ തിരക്കിടിച്ചൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നോക്കിയിട്ട് വെക്കുക 1/2 മണിക്കൂറൊക്കെ. പക്ഷെ 1 മണിക്കൂർ കൂടുതൽ ഇത് വെക്കും തോറും ഇതിൻ്റെ മസാലയൊക്കെ ചിക്കനിൽ നല്ല പോലെ തന്നെ ഒന്ന് പിടിച്ചിട്ട് ചിക്കൻ നല്ല ടേസ്റ്റ് ആവും. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ്നെസ്സും അത് നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കുമ്പോൾ മനസ്സിലാവും. നല്ല പോലെ തന്നെ സോഫ്റ്റ്നെസ്സും ആയി കിട്ടും. ഞാനിത് ഒരു 2-3 മിനിറ്റ് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. അതിന് ശേഷം ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം.
ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഞാൻ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമുള്ളതാണ്. ഫ്രിഡ്ജിൽ വെച്ച് ഞാൻ പുറത്തെടുത്ത് വെച്ചു. ഇനി ഇത് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. ഫസ്റ്റ് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതല്ലേ, അപ്പോൾ ഓയിലൊക്കെ ഒന്ന് കട്ടിയായിട്ടുണ്ടാവും. അതൊന്ന് മെൽറ്റാൻ വേണ്ടിയിട്ട് ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് മെൽറ്റായി കഴിഞ്ഞാൽ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മുടെ ചിക്കനും മസാലയൊക്കെ നല്ല പോലെ തന്നെ വേവുന്ന വിധത്തിൽ ഒന്ന് ഇതിൻ്റെ പാത്രത്തിൻ്റെ ടോപ്പ് അടച്ച് വെച്ച് കൊടുക്കുക. നല്ല പോലെ തന്നെ വേവിച്ച് കൊടുക്കുക. ഇടയ്ക്ക് വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ചിക്കൻ വേവിച്ചെടുക്കുക. നോക്കിയാൽ നമ്മളിട്ട മല്ലിയിലയും പുതിനയിലും ക്യാപ്സിക്കവും ഒന്നും കാണാനില്ല. ഈ ഒരു ലെവലിലാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇനി നമ്മൾക്ക് ചോറ് ഉണ്ടാക്കാനായിട്ട് നോക്കാം. അതിനായിട്ട് ഞാൻ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. 3 കപ്പ് അരി ഞാൻ നേരത്തെ കഴുകിയിട്ട് അരമണിക്കൂർ കുതിർക്കാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി വെള്ളം ഒന്ന് ചൂടായപ്പോൾ ഞാനിതിലേക്ക് ഒരു ബേ ലീഫ്, ഒരു പീസ് കറുവപ്പട്ട, അതുപോലെ തന്നെ ഒരേലക്കായ, ഒരു 2-3 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ലെമൺ, ഡ്രൈ ആയ ലെമൺ. ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ ലെമണല്ല, എൻ്റെ കയ്യിൽ ഉണ്ടായതാണ്. നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 ടീസ്പൂണ് ഓയിൽ. ഞാൻ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഒഴിച്ചു കൊടുത്തത്. നമ്മൾ ഫസ്റ്റ് ഓൾറെഡി മന്തി മസാലക്കൊക്കെ ആ ഓയിൽ തന്നെയല്ലേ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലും സെയിം ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഉപ്പിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്യണം. ഒന്ന് വെള്ളത്തിൽ ഉപ്പ് എക്സ്ട്രാ കൂടുതലുള്ള ലെവലിൽ തന്നെ ഇട്ട് കൊടുക്കുക. എന്നാൽ മാത്രമേ നമ്മൾ ചോറ് വേവുമ്പോൾ ചോറിലും കൂടി ആ ഉപ്പ് പിടിച്ചിട്ട് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ഇനി ഞാൻ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ആ അരി മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 3 കപ്പ് അരിക്ക് ഞാൻ 6 കപ്പ് വെള്ളം ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം നല്ല പോലെ തന്നെ തിളച്ചിട്ടിട്ടുണ്ട്. ഞാൻ അരി മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അരി മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുതിർത്ത് വെച്ച അരി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. ഒരു 2-3 മിനിറ്റൊക്കെ മതിയാവുന്നതാണ്. ഇത് അരി കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഞാനത് വെള്ളം വാരാനായിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ മസാലയിലേക്ക്, നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ മസാലയിലേക്ക് നമ്മുടെ ചോറ് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുക. ഞാൻ ലെയറായിട്ടൊന്നും ചെയ്യുന്നില്ല. ബിരിയാണി ചെയ്യും പോലെ ലെയറായിട്ട് ചെയ്യുന്നില്ല. ആ 3 കപ്പ് അരി വേവിച്ചത് മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ലെവലാക്കി കൊടുത്തു. ഇനി വേണ്ടത് അതിൻ്റെ മേലേക്ക് കുറച്ച് കളർഫുള്ളാക്കിയാണ് വേണ്ടത്. അതിനായിട്ട് ഞാൻ കുറച്ച് മാത്രം റെഡ് കളർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ എടുത്ത ആ അളവിലൊന്നും എടുത്തിട്ടില്ല, കുറച്ച് മാത്രം. അതിലേക്ക് കൂടുതൽ വെള്ളം, കുറേ അധികം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കളറിലേക്ക്. എന്നിട്ട് ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചെടുക്കുകയാണ്. ഫസ്റ്റ് ഞാൻ റെഡ് കളറല്ല ഒഴിച്ചു കൊടുത്തത്, മഞ്ഞളാണ് യെല്ലോ കളറിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ട് അതിലേക്കും വെള്ളം ഒഴിച്ചിട്ട് മേലേക്ക് ഇങ്ങനെ ആക്കി കൊടുത്തു. ഇനിയും റെഡ് കളറാണ്. ഇത് നോക്കിയേ, കുറച്ച് എടുത്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഒഴിക്കുന്ന കണ്ടാൽ തന്നെ മനസ്സിലാവും, അത്രയും ലൈറ്റ് കളറിലാണ് ഞാൻ എടുത്തത്. ഇതും കൂടി ഒന്ന് ഒഴിച്ചതിന് ശേഷം മേലെ കുറച്ച് പച്ചമുളക് നമുക്ക് കുത്തിവെക്കാം. ആ ഒരു പച്ചമുളകിൻ്റെ സ്മെല്ല് കിട്ടാനായിട്ടും നമുക്ക് ഒരു 2-3 പച്ചമുളക് മേലേക്ക് ഇങ്ങനെ കുത്തിവെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ടോപ്പ് അടച്ച് വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് നമുക്ക് ഫ്ലെയിം കുറച്ച് വച്ചിട്ട് ഒന്ന് ദം ചെയ്തെടുക്കണം. ദം ചെയ്തെടുത്തതിന് ശേഷം നമുക്കെന്താണെന്ന് നോക്കാം.
ദം ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ ഇതിൻ്റെ ടോപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ ചൂടോട് കൂടി തന്നെ നമ്മൾ അത് മുഴുവനായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. താഴത്തെ ആ മസാലയില്ലേ, മസാല എന്ന് പറയാനൊന്നുമില്ല, ആ ഒരു കളറൊക്കെ എല്ലാം ചോറുമായിട്ട് മിക്സ് ചെയ്ത് കിട്ടാനായിട്ട് നമ്മൾ ടോട്ടലി ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇട്ട ആ ഒരു പുതിനയും ഈ മല്ലിയിലയും ഒന്നും കാണാനില്ല ഇതിൽ, പക്ഷെ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. കിടിലൻ മന്തി റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും ഫ്രണ്ട്സ് കാണുന്നുണ്ടെങ്കിൽ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ മന്തിക്ക് സൈഡ് ഡിഷായിട്ട് ഞാൻ ടൊമാറ്റോ ചട്നി, അതുപോലെ തന്നെ ഗ്രീൻ ചട്നി, അതുപോലെ എഗ്ലെസ് മയോണൈസും കൂടി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ മന്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി വേറൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരോടും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.